നമ്മൾ മാറുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇന്നത്തെ സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 2 kinds ഓഫ് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. 2 കാറ്റഗറി ഓഫ് ആൾക്കാരെ കാണാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മളുടെ യങ് ജനറേഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും ഫ്രീഡം വേണം. പാരൻസിനൊക്കെ ഇത് പറയുമ്പോൾ ശരിക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അവർക്ക് എൻജോയ്മെന്റ് വേണം, വൈബ് ഉണ്ടാവണം, സെലിബ്രേഷൻ ഉണ്ടാവണം. നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ യങ്സ്റ്റേഴ്സ് അങ്ങനെയാണോ? ഇങ്ങനെയുള്ള കുട്ടികൾ നെക്സ്റ്റ് സ്റ്റേജിൽ എന്താവും? അവരുടെ ലോകം കുറച്ചുകൂടി വലുതാവും. ചെറിയ ചെറിയ സ്വാതന്ത്ര്യങ്ങളിൽ നിന്ന് വലിയ വലിയ സ്വാതന്ത്ര്യങ്ങളിലേക്ക് പോകും. ചെറിയ ചെറിയ സർക്കിളിൽ നിന്ന് വലിയ വലിയ സർക്കിളിലേക്ക് പോകും. ആ സർക്കിളിന്റെ പ്രത്യേകത എന്തായിരിക്കും? ആദ്യം അനുഭവിച്ച അതേ സുഖങ്ങളും അതേ സ്വാതന്ത്ര്യമായിരിക്കും എന്ത് ചെയ്യുക നമ്മൾ ഈ വലിയ സർക്കിളിൽ അനുഭവിക്കുക. നമ്മുടെ ലാർജർ സർക്കിൾ നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റുക. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കൈൻഡ് ഓഫ് ആൾക്കാരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു ഗോൾ ഉണ്ടാവില്ല, ലക്ഷ്യം ഉണ്ടാവില്ല. എന്താ ലക്ഷ്യം? മൊത്തത്തിലുള്ള ലക്ഷ്യം അടിച്ചു പൊളിക്കണം. ന്യൂ ഫ്രണ്ട്സ്, ന്യൂ ഹാങ് ഔട്ട്സ്, ന്യൂ ട്രാവലിംഗ്, ന്യൂ ട്രെൻഡ്സ്. ഈ രീതിയിൽ എന്ത് ചെയ്യും? വലുതാവും. പിന്നെ അഗൈൻ ആ സർക്കിൾക്ക് ഒന്നുകൂടി വലുതായേക്കാം. ഇതേ ഹാബിറ്റ്സ് വെച്ചിട്ട് മുമ്പോട്ടേക്ക് പോകും. അതിങ്ങനെ ഒരു ബബിൾ ഇങ്ങനെ വലുതായി വരും. പെട്ടെന്ന് എന്ത് ചെയ്യും? ചെറിയ സർക്കിളിലേക്ക് ഒതുങ്ങിപ്പോകും. They will feel rejections. എവിടെ പോയി കഴിഞ്ഞാലും അവർ റിജക്ട് ചെയ്യപ്പെടും. എവിടെയും വന്നിട്ടില്ല. ഒരു ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാലും they will not get any jobs. They may not be getting any choice. നമുക്ക് ജീവിതത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല. അവരെന്ത് ചെയ്യും? അവർ ടെൻസ്ഡ് ആവും, ഫ്രസ്ട്രേറ്റഡ് ആവും. അവർ വീട്ടിൻ്റെ അകത്ത് എന്ത് ചെയ്യും? ഒരു മൂലയിൽ ഒരു അവസ്ഥയിലേക്ക് വരും. അടുത്ത ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരെ ഞാൻ കാണുന്നത് വെച്ചാൽ they have some specific goals. നല്ല ലക്ഷ്യമുള്ള കുറച്ച് ആൾക്കാർ. അവർ ഈ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാൻ വേണ്ടിയിട്ട് അവരെന്താണ്? അവരുടെ ജീവിതത്തിൽ ഡിസിപ്ലിൻ കൊണ്ടുവരാൻ തയ്യാറായ ആൾക്കാർ. അവരെന്താണ്? അവരുടെ ഈ വെക്കേഷനും അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ ഈ അടിച്ചുപൊളികളും ഇതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അവരെന്ത് ചെയ്തു? ഈ കോഴ്സ് ഏറ്റെടുത്തു. ഈ കോഴ്സിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്? നല്ല ഡിസിപ്ലിൻ ഉണ്ടാവും. വളരെ വ്യക്തമായിട്ട് അടങ്ങി ഒതുങ്ങി ഇരുന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് പഠിക്കാൻ പറ്റണം. നമ്മൾ പഠിക്കണമെന്ന് തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പിൽ വരുത്താൻ പറ്റണം. ഓരോ ദിവസവും ക്ലാസ്സിൽ നിന്ന് പഠിപ്പിക്കുന്ന സാധനങ്ങൾ അന്നന്ന് തന്നെ പോയിട്ട് എന്ത് ചെയ്യണം? വീട്ടിൽ നിന്ന് പഠിക്കാൻ പറ്റണം. ഈ സ്റ്റുഡൻസിന്റെ ജീവിതം അടുത്തൊരു ലെവലിലേക്ക് പോകണ്ടല്ലോ, കുറച്ചും കൂടി ചെറുതാവും. മേ ബി നമ്മുടെ ഒരു ക്ലാസ് റൂമിന്റെ ഉള്ളിലേക്ക് നമ്മുടെ ജീവിതം, അല്ലെങ്കിൽ കൂടുതലായി വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ വീട്ടിന്റെ ഒരു റൂമിന്റെ അകത്തായിരിക്കാം, അല്ലെങ്കിൽ ഹോസ്റ്റലിന്റെ റൂമിനകത്തായിരിക്കാം. ഈ പെട്ടെന്ന് ഈ റിസൾട്ട് വന്ന് മാറിക്കഴിഞ്ഞാൽ അവർക്ക് സംഭവിക്കുന്നത് എന്താണെന്നറിയോ? They will be having interviews, different interviews, different companies-ന്റെ calls. ഒരു വലിയ സർക്കിൾ ആയിരിക്കും. അവിടെ you will be having so many meetings. You may be leading the team. You may be leading the delegates. different കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? different ആൾക്കാരായിട്ട് മീറ്റ് ചെയ്യുക, സംസാരിക്കുക. ഒരുപാട് സന്തോഷമുള്ള ഒരു ലൈഫായിരിക്കും.